സൈക്കിൾ റൈഡിനാണ്. ഈ ചാനൽ കാണാൻ എല്ലാവരും അവസാനം കാണുക. സബ്, ലൈക്ക്, ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് സൈക്കിൾ റൈഡ് ആരംഭിക്കാം. അതെ സൈക്കിൾ റൈഡിന് വന്നേക്കണം. അതെ ഇബിനു ആണ്. ഇബിനു എന്താണ് നിന്നിട്ട് പറയാനുള്ള? നമ്മിന്ന് മുഹമ്മദ് കാട കട, അത് അവിടെ കാണാൻ കഴിയും. മുഹമ്മദ് കാട കടയിൽ നിന്ന് ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ. അപ്പോ ഇതാ ആ കാണുന്ന മുഹമ്മദ് കാട കടയിൽ നിന്ന് നമ്മ തുടങ്ങി മദേഴ്സ് പാർക്ക്, ഫിഷ് പാർക്ക് വരെയാണ് നമുക്ക്. അന്ന് പോയിട്ടുണ്ടായില്ലേ ഫിഷ് പാർക്ക്? അപ്പൊ അത് പൂട്ടിയൊക്കെ ഇപ്പൊ എങ്ങനെയാ നമുക്ക് പോയി നോക്കിയോ. അത് മാത്രമല്ല, ചിലവര് നമ്മുടെ ഫിഷ് പാർക്ക് എവിടെയെന്ന് ഒരു കമന്റ് ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ നമുക്ക് അത്താണി മുഹമ്മദ് കാട കട മിക്കവർക്കും അറിയാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഫിഷ് പാർക്കിലേക്കുള്ള വഴി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വീഡിയോ എടുക്കുന്നത് നിവാസായിരുന്നു. സൈക്കിൾ റൈഡിനാണ് ഒരുത്തൻ പോണ്. രണ്ടാമത്തെ കാട കടയിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം ശരി പോവാം. അപ്പോ നമുക്ക് വളവെത്തുമ്പോ കാണാം. അപ്പൊ വളവെത്തി ഞാൻ പറയാം. അപ്പോൾ ഇവിടുന്ന് നേരെ പോയാലും ടേൺ ചെയ്ത് പോയാലും നമുക്ക് ഫിഷ് പാർക്കിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ വഴി പോവാം. പിന്നെ നമുക്ക് അതിൽ കൂടി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാം. ആ തിരിച്ചു തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വഴിയാണ് പോകണമെങ്കിൽ ഞങ്ങൾ തിരിച്ചു വേണ്ട വഴി നിങ്ങൾ റിപ്പീറ്റ് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നേരെ ടേൺ ചെയ്ത് പോവാം. ലെറ്റ്സ് ഗോ. പട്ടി കിടക്കുന്നുണ്ട്. ഹലോ പട്ടി. അയ്യോ ഹലോ നമസ്കാരം. ഞാനും പിന്നായിരിക്കും എല്ലാം പറയാൻ പോകുന്നത്. ഞാനും പറയും കുറച്ച്. ഇവൻ ചവിട്ടുകൊണ്ട് പറയണുണ്ട്. കുറച്ച് പൊടി കാണാം. അപ്പൊ ഞാൻ ഇതിന്റെ ഓണറാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ടേൺ ചെയ്യണം. ഒരിക്കലും ഇവിടുന്ന് സ്ട്രൈറ്റ് പോയത് നേരെ പോയ പ്ലോട്ടാണ്. ഇവിടുന്ന് വളയണം. ഇവിടുന്ന് വളയണം. അപ്പൊ ഇവിടുന്ന് വളഞ്ഞ് ലാസ്റ്റ് ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഇങ്ങോട്ടൊരു വഴി പാടില്ല. അപ്പൊ ടേൺ ചെയ്ത് പോവാ. ബാക്കി നമ്മുടെ ഈ സഹായം വിശദീകരിക്കുന്നതാണ്. ഇവിടുന്ന് നമ്മ നേരെ ഫിഷ് പാർക്ക് പോകുന്നു. അതിനിട്ട് നമ്മ അന്ന് പോയപ്പോ ഫിഷ് പാർക്ക് വന്നിട്ടുണ്ടായില്ല. ഇന്ന് മിക്കവാറും ഇറങ്ങുന്നുണ്ടാവില്ല. കാരണം ഇന്ന് തിങ്കളാഴ്ച തുടങ്ങാൻ തുടങ്ങി. ബാക്കി സൽമാൻ പറഞ്ഞതാണ്. അപ്പോഴേ ഞാനിവിടെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മ ഫിഷ് പാർക്കായിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോ ഇവിടെ നല്ല സ്ഥലം കണ്ടു. ഇവിടെ പണ്ട് കോച്ചിങ് ഒക്കെ ഉള്ള സ്ഥലം എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ഉണ്ടായില്ല കേട്ടോ. ഇവരൊക്കെ ഉണ്ടായിരുന്നു കാണും അല്ലേ? ഇന്നിപ്പോ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാ തോടാ. ഇത്ര പുല്ലുണ്ട്. തോടാ. ഇവിടെ നല്ല പ്രൈസ്. ഇവിടൊക്കെ ഫുട്ബോളിക്ക് സീനേക്കോലെ. പക്ഷെ ഭയങ്കര പുല്ലും കാര്യങ്ങളും വെള്ളമൊക്കെ നടന്ന് സീനായിട്ട് നമുക്ക് കുറച്ച് സൈക്കിൾ എക്സ്ചേഞ്ച് ഒക്കെ നടന്നുണ്ട്. ഇതേ ഇപ്പം ഇബിനും ആ സൈക്കിൾ എൻ്റെ സൈക്കിൾ എടുത്ത് ഞാൻ ഈ സൈക്കിൾ കയറി, ഇവനും ഞാനും ഈ സൈക്കിള്. അപ്പം അങ്ങനെ യേഴ്സ്. അപ്പം നമുക്ക് എത്തി. വീണ്ടും സൈക്കിൾ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. ഒരു കാര്യം കാട്ടിത്തരാം. എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഒരു സാധനം കാട്ടിത്തരാം. ലക്ഷറി വീട്. ലക്ഷറിയാണ് ഗൈസ്. ബംഗ്ലാവാണ് ബംഗ്ലാവ്. ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ്. എവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടാൻ നല്ല ഭാഗ്യം വേണം. അതെ, ഒരു വൈബ് സ്ഥലമുണ്ട്. വൈബ് സ്ഥലം. റിയൽ ലൈഫിൽ വന്നാലും സ്ഥലത്തിന്റെ ഭംഗിയാ സ്ഥലം. അതെപ്പോ ഇവിടെ ഉള്ളേ അല്ലേ? കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുന്നതായിരിക്കും. മഴക്കാലം നിൽക്കട്ടെ. ഇവിടെ ഭയങ്കര വെള്ളം നിറഞ്ഞിട്ടാണ്. ഇവിടെ മൊത്തം കല്ലാണ്. കുലിങ്ങിയാണ് പോണ. ഇത് കാട്ടിന്റെ ഇവിടെയൊക്കെ കുറച്ച് വീടൊക്കെ ഉണ്ട്.
ഞാൻ ഈ പണ്ട് ഇവിടെ അങ്ങാണ്ട് ഈ മതലിന്റെ മുകളിൽ ഞാൻ ഇതൊക്കെ ഉണ്ടെന്നുണ്ട്. അപ്പൊ ഗായ്സ് ആദ്യം എടുത്ത തുടരും സിനിമയത്തെ മോഹൻലാലെ പോലെ മതിലൊക്കെ ചാടി പത്തി പിടിച്ചിട്ടൊക്കെ ഇവിടെ സൈക്കിൾ മറിച്ച് എന്തൊക്കെ ചെയ്യണ്ട്? പെടല് ടൈറ്റ് ആയതുകൊണ്ട് ശരിയാക്കണേ. എന്താ ചെയ്യണ്ട്? സൈക്കിൾ ചവിട്ടിയൊക്കെ പിടിച്ചിട്ട് കൊല്ലുവിനാ കാന്തത്തിൽ ചെയിൻ തെറ്റിണ്ട്. ചെയിനും തെറ്റിണ്ട്. സൈക്കിളിന്റെ ചെയിൻ തെറ്റിയിട്ടുണ്ട്. ഈ സൈഡിൽ എന്തൊക്കെ പറ്റിയുണ്ട് പൈസ. ഇവിടെ വേണ്ട എടുത്തിട്ടുണ്ട്. പിന്നെ തീറ്റപുരാതങ്ങൾ. ഇപ്പൊ ഇതാണ് ഇവിടുത്തെ ലുക്ക് എന്ന് പറയണത്. ഓക്കെ എന്താ പറയണ്ടേ? ഓക്കെ അപ്പൊ ഇതിപ്പോ കൊറേ നേരമായി എന്തൊക്കെ ചെയ്യണേ. ഇത് വളക്കാനാണ് ഇവര് നോക്കണേ. ഒത്തില്ല. ഇപ്പൊ ശരിയായെന്ന് പറയണ്ട്. ശരിയായിട്ടുണ്ട് പറയണ. ഏറടിക്കാൻ കൂടി ഉണ്ട് കിട്ടുന്ന കട്ടെ. അപ്പൊ നമ്മുടെ പമ്പടിക്കാൻ ഇതാണ് നമ്മുടെ ചാനൽ ഓണർ നിവാസ് ഭീമക്കഴി. ഓക്കെ ഒരാളോട് അടിക്കാനുണ്ട്. അങ്ങനെ ആഞ്ഞാക്ക് അതന്നെ. CR7 തോറ്റു ലേറ്റ് ആവും. അസ്സലാമലൈക്കും. ഇറങ്ങോടാ ഇതിനെന്താടാ വെള്ളം മഞ്ഞ? അത് പമ്പ് വെള്ളം കുടിച്ച് എന്നിട്ടാണ് വന്നത്. ഛർദിച്ചു ഇതാ പമ്പിന്നല്ല നിന്റെ ടയറിന്ന്. അത് അവസാനമായിട്ട് കുളിപ്പിച്ച അത്രയ്ക്ക് ഓർമ്മ. അയ്യോ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് അടിച്ച് പൊട്ടിക്കണം. സബ്സ്ക്രൈബേഴ്സ് അടിക്കണം എന്നാലേ കിട്ടുള്ളൂ. വെറുതെ ഇരിക്കണതൊക്കെ ഒന്നടിച്ച് പൊട്ടിച്ച് പവറാക്ക. നിങ്ങൾക്ക് അറിയാമോ ലാപ്ടോപ്പ് അടിച്ചു പൊട്ടിച്ചാ? ലാപ്ടോപ്പിൽ ഫോണ് ലാപ്ടോപ്പ് എന്തായാലും അടിച്ച് പൊട്ടിച്ചേക്കാൻ. നമ്മളുടെ സ്ഥലത്തെത്തിണ്ട്. അപ്പൊ നമുക്ക് മുന്നിലേക്ക് പോവാം. കാണുന്ന വഴി നമ്മ നേരെ പോകണം. മുന്നിൽ നമുക്ക് ടേൺ ചെയ്ത് പോവാം. ടേൺ ചെയ്ത് നേരെ പോയാൽ നമ്മവിടെ എത്തും. നമുക്ക് ഇന്ന് ഏത് വഴിയാ പോകേണ്ടതെന്ന് ഇങ്ങനെ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് ഓക്കെ ഗൈസ്. നമ്മളിപ്പോ അങ്ങോട്ടാ പോണ്ടേ. നമുക്ക് അപ്പൊ അവിടെ എത്തിയിട്ടാണ് ഗൈസ്. അപ്പോ ഫിഷ് പാർക്ക് തുറന്നിട്ടില്ല. നമ്മ തിരിച്ചു പോണേ. ഇന്നും നമ്മൾ ചമ്മിയിട്ടുണ്ട്. അപ്പൊ നമ്മ തിരിച്ചു പോവാൻ പോണേ. ബാറ്റിലാണ് ഫിഷ് പാർക്ക്. ഈ പുഴയിൽ എറിഞ്ഞ് നീന്തിയത് നേരെ പോവാ ഫിഷ് പാർക്ക്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാ. വീട്ടെല്ലാം കറങ്ങി തിരിഞ്ഞു പോവാ. ഓക്കെ. അപ്പൊ നമ്മ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മ അവിടെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മ അതിക്കൂടെ വളഞ്ഞ വന്നേ. ഇപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടാണ്. അപ്പൊ അവൻ സൈറ്റില് വാങ്ങാൻ പോയേക്കണേ. സൈറ്റില് നന്നാക്കാൻ കൊടുത്തേച്ച്. അപ്പം ഇബിനു അവൻ്റെ അമ്മേൻ്റെ വീട്ടിൽ അല്ല ഉമ്മാൻ്റെ വീട്ടിൽ അവിടെ കസിൻസൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവൻ പോവെന്നാ പറഞ്ഞത്. അപ്പോൾ പോലും നമുക്ക് നോക്കാം. ചിലപ്പോൾ അവൻ പോവായിരിക്കും. അപ്പോൾ അവൻ സൈക്കിള് എന്താണ് സൈക്കിളിന് സൗണ്ട് ഉള്ളതുകൊണ്ട് അത് കൊടുത്തൊക്കെ ചെയ്യുന്നൊരു കടയിൽ അവിടെ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതവിടെ ഇപ്പം ഉണ്ട്. ഇപ്പോൾ വരുമായിരിക്കും. അപ്പോൾ നമ്മുടെ പാരു അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്താ പാരുവിനെ പോയി നോക്കാമല്ലേ. അവിടെ പാരുവിനെ കിട്ടി. ലെറ്റ്സ് ഗോ. പാരുവിനെ അവിടെ കിട്ടിയിട്ടുണ്ട്. പാരു അത് അവിടെ നിന്നിട്ട് തന്നെ.
ഇവിടെ വൈബ് നോക്കി. അവിടുന്ന് ഒരു ഇതൊന്നും നേരെ ഞങ്ങൾ ഒരു വീട്ടിലേക്ക് കണ്ട ഒരു വീടാണ്. വീട്ടിൽ നിന്ന് അമ്മ ഓടി ചൂടുണ്ട് ഒറ്റ നേരെ ഇവിടെ നിന്ന് ഒറ്റ അവിടെ കിടക്കണം. അപ്പോൾ അപ്പോൾ അവരവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരിപ്പോൾ അവിടെ നിന്ന് സൈക്കിൾ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരും. ഇപ്പം ആരും ഞാനൊരു കാര്യം കടിത്തരാം. വൈബല്ലേ ഞാൻ സാധനം കടിത്തരേ. അവിടെ ഒരു വീടുണ്ട് ഐസ് കണ്ടാ നിങ്ങൾ അറിഞ്ഞൂടെ? അവിടെ ഒരു സാധനം കണ്ട വെള്ള കളറ് വീടാണ് ഐസ്. അതത്ര ഇതൊക്കെ അവിടെ നിന്നാണ് ഇതിങ്ങോട്ടിരിക്കുന്നത്. അതിൻ്റെ ഇവിടേക്ക് വേറെ സംഭവം ലവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറ കൂടി കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. വീടാണ് ഞാൻ. ഓക്കെ എൻ്റെ ഇവിടെ വലിയൊരു ഇതായിരുന്നു ടവറുണ്ട്. എന്താ എൻ്റെ പറയാ ടി വി ടവറോ അല്ലല്ലേ? അല്ല മറ്റേ ടെൽ ടവർ. അങ്ങനെ എന്തോ ടവർ ഇവിടെ ഉണ്ട്. ഇതാ എയർടെല്ലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഇത് കിട്ടണത്. എന്താണ് എയർടെലിൻ്റെ ഇത്. അവരിതാ വന്നിട്ടുണ്ട്. അവര് വന്നിട്ടുണ്ട്. അവരവിടെ നിൽക്കണേ. അവിടെ വളച്ച അങ്ങോട്ട് വരുമ്പോ അപ്പൊ നമുക്ക് വീട്ടിലെത്തിയിട്ടാണ്. സോറി ഞങ്ങൾ പോയില്ല. അതാണ് വേറെ കാര്യം. അപ്പൊ ഞാൻ വിളിച്ച് പിരിയാണ്. കാരണം എന്താ കസിൻസ് ഉമ്മച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഉമ്മച്ചി വിളിച്ചു ദീപം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല എന്റെ കസിൻസ് വന്നിട്ട്. അപ്പൊ പോവാണ്. എന്നിട്ട് നമ്മ അവിടെ പോയിട്ട് നമ്മുടെ വീട്ടിൽ പോയിട്ടേക്കും മൈൻഡ് ചെയ്യണം. ഇവന്റെ വീട്ടിൽ പോയിട്ടാണ് മൈൻഡ് ചെയ്യണം. അയ്യോ മൈൻഡ് ചെയ്യണത് ഞാൻ എന്റെ ഉമ്മച്ചിയുടെ വീട്ടിൽ പോകും. ഡ്രിഫ്റ്റിംഗ് ഉണ്ട്. പോയാണ് ഡ്രിഫ്റ്റ് ഉണ്ട് നോക്കാം. ഐസ് ഡ്രിഫ്റ്റ് ചെയ്യാൻ നമുക്കിപ്പോ സമയമില്ല. എന്നിട്ട് പള്ളിയിൽ പോണം. ഓക്കെ അവൻ പിരിയാൻ പോണേ. അടുത്ത വീഡിയോ കാണാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യാം. നിങ്ങൾക്ക് ഞങ്ങൾ ഈ പ്രത്യേക സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അതെന്റെ വകയുള്ളതാണ്. ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ബൈ ബൈ. അപ്പൊ നമ്മ പോവാൻ പോണേ. ഇബിനുവിന്റെ വീട് അറ്റത്ത് അങ്ങാണ് അവന്റെ വീട്. പോവാൻ പോണേ. ഓക്കെ അപ്പൊ നമ്മള് പോണ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ ലൂപ്പ് അടിച്ചിട്ടായിരിക്കും വന്നത്. അപ്പൊ നമ്മൾ ആദ്യം പോയ വഴി ഏതാ ഞാൻ കാണിച്ചത്. ആദ്യം പോയ വഴിയാണ്. ആദ്യം നമ്മൾ ഈ വഴിയാണ് പോയത്. ഈ വഴി പോയിട്ട് നമ്മൾ കറങ്ങിയാണ് കേസ് ഈ വഴി വന്നത്. അങ്ങനെയാണ് കേസ്. അപ്പൊ നമ്മ അപ്പൊ അത് കാണിച്ചു തരാന്ന് പറയണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വീട്ടിൽ പോയി കാണാം. അപ്പൊ വളരെ എത്തിയിട്ടുണ്ട്. നമ്മ തുടങ്ങി നിൽക്കുന്ന തന്നെ വീണ്ടും തിരിച്ചുണ്ട്. അപ്പൊ നമ്മുടെ വഴി അവിടെയാണ്. അവിടെ പറയാ. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മുടെ ഇബിനു നേരത്തെ പറയുന്നല്ലോ അവൻ പോയി. അപ്പോൾ നമ്മ മൂന്നേരപ്പാണുള്ളത്. അവൻ പോയി. ഇനി ചിലപ്പോൾ നാളെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. നാളെ നമുക്ക് വേറൊരു ചലഞ്ച് വീഡിയോ ഇടാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുള്ളൂ. ഇന്ന് നമുക്ക് ഇപ്പം ഇത് അപ്ലോഡ് ചെയ്യാം. ഓണറ് എന്താ വെച്ചാൽ ഞങ്ങളുടെ വ്ളോഗ് ഇവൻ്റെ വീഡിയോ ആണ് എല്ലാ ഇതും വരുന്നത്. ഇവൻ എൻ്റെ വീട്ടിലുണ്ടാവും ഗൈസ്. കാരണം വീട്ടിലാരുമില്ല. ഇവൻ്റെ വീട്ടിൽ ആരും ഇല്ല. ഇവൻ്റെ വീട്ടിൽ എന്തോ ഒരു ഫങ്ഷന് എന്തോ പോയേക്കാണ്. 8 മണിയാകുമ്പോഴേ വരുള്ളൂ. ഓക്കെ അപ്പോൾ അതിൻ്റെ പേരല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. ബൈ.